ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലാണ്. വളരെയധികം മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കാറും ബൈക്കും വരെ ഇവിടെ ഇതിൻ്റെ മുകളിൽ വരെ നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. ആ കാണുന്ന മലയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. മഴയും ഇടിയുള്ള സമയത്ത് വരരുത്. കാര്യം ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഇടിമിന്നലേക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം എന്തായാലും കൈ കരുതുക. പാറകൾ നല്ല വഴുക്കമുള്ളതുകൊണ്ട് തെന്നി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രോക്സ് പോലത്തെ ചെരുപ്പുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. 5 മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടന്ന് കയറാൻ തുടങ്ങി. കയറും തോടും നല്ലൊരു കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ താഴത്തെ റോഡിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. എൻ്റെ സുഹൃത്ത് അപ്പോൾ ഏറ്റുമാറ്റൂർ ബോയ്സ് എന്നൊരു പേര് അവൻ എഴുതി വെച്ചു. അവിടെ നോക്കുമ്പോൾ വളരെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ വീണ്ടും കയറി തുടങ്ങി. കുറച്ചുകൂടി ചെന്നപ്പോൾ വളരെയധികം മനോഹരമായ കാഴ്ചകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. മഞ്ഞ് വീണ്ടും വന്നു തുടങ്ങി. അപ്പോൾ സമയം ഒരു 6 മണിയായിരുന്നു. ഈ സമയത്ത് ഹൈക്കിങ്ങിനായിട്ട് കുറേ പേര് അവിടെ വരുന്നുണ്ടായിരുന്നു. ധാരാളം ആൾക്കാർ ഞങ്ങളൊപ്പം തന്നെ കയറി പോവുകയും ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ മലയുടെ മുകളിലെത്തി. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് മലയുടെ മുകളിലുള്ള ആ കുരിശ്. വീണ്ടും അങ്ങോട്ടേക്ക് നടന്നു തുടങ്ങി. അപ്പോഴേക്കും വളരെയധികം മഞ്ഞ് കയറി തുടങ്ങി. അപ്പോഴേക്കും വളരെയധികം ക്ഷീണിച്ചു ഞങ്ങൾ. എന്നാൽ അങ്ങോട്ട് തന്നെ പോയേക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് നേരെ നടന്നു തുടങ്ങി. അവസാനം ആ കുരിശ് ഞങ്ങൾ കണ്ടു. അവസാനം ഞങ്ങൾ മലയുടെ മുകളിൽ തന്നെ എത്തി. വളരെയധികം മഞ്ഞ് കയറി തുടങ്ങിയിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ എവറസ്റ്റ് കീഴടക്കിയ രീതിയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ തന്നെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ എഴുതിയ ഏറ്റുമാനൂർ ബോയ്സ് എല്ലാം മഞ്ഞ് മൂടി തുടങ്ങി. അവസാനം ഞങ്ങൾ താഴെ എത്തി. അപ്പോഴേക്കും നല്ല രീതിയിൽ മഞ്ഞ് മൂടി തുടങ്ങിയിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.